ലോകഭിനയിക്കുന്നതിൽ ഡയാനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട് സർ. നിങ്ങളാരാ? കിഷോർ കുമാർ, എന്റെ ഫ്രണ്ട്. അതിന് എന്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്ന എന്തിനാ? അല്പം മാറി നിൽക്കൂ. പ്രൊഡ്യൂസർ കിഷോർ കുമാർ. ഓ, ആ കിഷോറാണല്ലേ? എങ്കിലും മാറി നിൽക്കും. താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണ്? ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു. ഈ നാട് അല്പം പെശക. ഞാനും. എന്താ ശരിക്കുള്ള പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലൊളിച്ചു? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇളക്കം നിൽക്കും. വെറുതെ അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തതെന്ന് അറിഞ്ഞേ തീരൂ. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. പ്രൊജക്ടറിന് ഗിയർ? എന്റെ പ്രൊജക്ടറിന് ഗിയർ ഉണ്ട്, ക്ലച്ച് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ടർ ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ടോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്. ഒരു തർക്കക്കാരൻ. കേട്ടതുക്ക് നീங்க பதில் சொல்லலையே. നിങ്ങൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചു പഴക്കച്ചവടക്കാരാണെന്ന്. പിന്നെ ഈ തുണി എടുത്ത് വെച്ചപ്പോ ഞാൻ കരുതി തുണിക്കച്ചവടക്കാരാണെന്ന്. ഇപ്പം മനസ്സിലായി കല്യാണമാണ് കച്ചവടമെന്ന്. അവൻ പഠിച്ചോണ്ടിരിക്കല്ലേ, കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. എവിടെ കല്യാണം കഴിഞ്ഞൊന്നും പഠിപ്പ് നടക്കില്ല. ഫുൾ ടൈം ഹോംവർക്കും പ്രാക്ടിക്കലും ആയിരിക്കും. അല്ല, ഞാൻ ചോദിക്കുകയായിരുന്നു, സ്വന്തമായിട്ടൊരു വരുമാനമില്ലാതെ കല്യാണം കഴിഞ്ഞ് അവളെ കൊണ്ട് തെണ്ടു അമ്മേ എന്നും വിളിച്ചു. அது இந்த மദ്രാസിൽ എന്ത് ബിൽഡിംഗ് വേണം சொல்லுங்க, அந்த பில்டிங் சூர்யா பேருக்கு ரெஜிஸ்டர் பண்ணி தரோம். എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തെണ്ടാനോ? இல்ல சூர்யாவுக்கு ஏதாவது பிசினஸ் பண்ணுமா, அதுக்கு ஏற்பாடு பண்றோம். എന്തിന് ബിസിനസ് നടത്തി പൊളിയാനോ? எல்லா பையனுக்கு பாலிடிக்ஸ்ல இன்ட்ரெஸ்ட் இருக்கா, அடுத்த எலெக்ஷன்ல சீட் வாங்கி கொடுத்துடலாம். എന്തിന് ഇലക്ഷൻ എന്ന് തോക്കാനോ? അപ്പം എത്ര കാശായി? അപ്പൊ അല്ലല്ലോ, പഴല്ലേ തിന്നത്? പഴം തിന്നതിന്റെ കാശ് എത്രയാണെന്നാ ചോദിച്ചേ. 16. ആരുടെ? പഴത്തിന്റെ. ആ, ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛന്റെ അന്ന്. ഈ കട മോന്റെ? അതിനെനിക്ക് മോനില്ലല്ലോ. അതെ, ഇത് വിളഞ്ഞു വിത്താ. വിളയാൻ ഞാനെന്താ വെള്ളരിക്ക? നിന്റെ പേരെന്താ? ബാബു. ബാബുവിന് വീട്ടിലെന്താ വിളിക്കാ? എടാ ബാബു. അപ്പോ ബാബു ആണോ ഈ കട നോക്കണേ? അല്ല, ഇവിടെ വരുന്നവരും വഴി കൂടെ പോകുന്നവരും ഒക്കെ നോക്കും. പെട്ടെന്ന് കിട്ടാൻ ഈ ഹോട്ടലിൽ വന്നത്, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? അല്ല കുട്ട, എനിക്കൊന്നും പറയുന്നില്ലേ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ? അതല്ല, കഴിക്കാനൊന്നും പറയുന്നില്ലേ എന്ന്. തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട വേണ്ട. പഴംപൊരി, പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. എടോ, തനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ താൻ ആരാ? എന്റെ അപ്പന്. ഇത് കുറെ നേരമല്ലോ ഇടക്കിടക്ക് ഓർഡർ പറയാൻ ഞാൻ ജഡ്ജി. തന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിന് സാർ എവിടെയെങ്കിലും വന്നിട്ടില്ലല്ലോ. നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യും, കോപ്പി ചെയ്യും. പിണങ്ങാതെ. നാളെ വൈകിട്ട് നീ ഗസ്റ്റ് ഹൗസിലേക്ക് വാ. എടാ രാജു, ഓ നീ ആ പുറകിലത്തെ ഗേറ്റും തുറന്നിട്ടേ. ശരി കൊച്ചമ്മേ. വലിയ ആഫീസറാണെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? മുന്നിലത്തെ ഗേറ്റിൽ കൂടി പോകാനുള്ള ധൈര്യമില്ല. നല്ല ബഹുമാനമുള്ള പയ്യനാ. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. ഇവനെയൊക്കെ 10 മാസം ചുമന്ന് പറ്റതൊക്കെ വെറുതെയാ. അമ്മച്ചി എപ്പോഴെപ്പോഴും ഇങ്ങനെ 10 മാസത്തിന് കണക്ക് പറയല്ലേ. അമ്മച്ചി ഒരു കാര്യം ചെയ്യ്, ഈ കൊട്ടലേക്ക് കയറിയിരിക്കെ. എന്നിട്ട് ഞാൻ എന്റെ അമ്മച്ചൻ ചുമന്നുകൊണ്ട് ഒരു 12 മാസം ഇങ്ങനെ നടക്കാം. എന്നിട്ട് ആ കണക്ക് അങ്ങോട്ട് വീട്ടാ, പലിശ അടക്കാം. ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ. എങ്ങനെയാ കിണറ്റ് വീണത്? എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ലേ അപ്പ? എന്താ പേര്? വിശക്കണു. വെസ്കണുവിന്റെ നാട് എവിടെയാ? ആൾക്ക് വിശക്കണമെന്നാ പറഞ്ഞത്. ആ ചോറെടുത്ത് കൊടുക്കടി. ബൈ ദ ബൈ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. തല വെക്കാനായിട്ട് അടുത്ത റെയിൽവേ പാടല്ലോ അപ്പ. നിന്റെ അമ്മോട് ചോദിക്കി. എന്താ തന്റെ തലയില്? അവല് തലയ്ക്കകത്തല്ല, ചാക്കിൽ എന്താന്നാ ചോദിച്ചത്? എന്താന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. കുടുംബത്തെ കയറ്റം കൊള്ളൂല്ലേ അവന്? എന്നാ നീ എന്നെ ഫ്ലൈറ്റ് കയറ്റാ. തന്റെ മുഖത്തുണ്ടാ ഒരു കള്ള ലക്ഷണം. ഞാനിപ്പോ വളരെ ഡീസന്റ്. ഡീസന്റ് നല്ല ആളാ, പക്ഷേ മുഖത്തത് കാണുന്നില്ല. അയ്യോ സാർ, അവൻ ഇപ്പൊ തന്നെ മോഹം കഴിയുള്ളൂ, ഒലിച്ചു പോയിണ്ടാവും. ഇയാളാരാ? ഞാനാ.
തന്റെ പേര്? രാമാനുജൻ. രാമന്റെ ഏതനുജൻ? ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, നകുലൻ, സഹദേവൻ, ഇതിലേതാ താൻ? ഇതിലൊന്നും പെടാത്തൊരു അനുജനാ. ദശരഥൻ ഞാൻ അറിയാത്ത ഒരു ജാരസന്തതി. സാറിന് മീശന്റെ എങ്ങനെ ഇരിക്കണേ? മീശ ജിമ്മിന് പോണ്ടോ? പിന്നെ എങ്ങനെയിരിക്കും റാസ്കൽ?